മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ അവരുടെ മധ്യത്തിൽ നിന്ന് ചോദിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവരെ പ്രത്യക്ഷപ്പെട്ടു. അവർ നോക്കി മുൾപ്പടർപ്പുകൾ കത്തിച്ചൊലിക്കുകയായിരുന്നു. എങ്കിലും അത് ഏൽപ്പിച്ച് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുപ്പിച്ചുള്ളത് കാണട്ടെ. മുൾപ്പടർപ്പുകൾ ഏൽപ്പിച്ച് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുപ്പിച്ചെടുത്തത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ ഞാൻ അവിടുന്ന് ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം. മോശെ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. എന്റെ ദൈവമായ കർത്താവേ, ഭരണവിഷയമില്ലാത്ത ഒരു ബാലനായവന് പോലും ഈ ദാസിനെ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവായിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത് സഖ്യാതീതമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കുവാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോലുള്ള വിവേകം ഈ ദാസന് നൽകിയാലും നീ ദീർഘായുസ്സും സമ്പത്തും ശത്രു സംഹാരവും ആവശ്യപ്പെടാതെ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ തുല്യനായി ആരും ഉണ്ടായിട്ടില്ല. മാത്രമല്ല നീ ചോദിക്കാതെ ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം സമ്പത്തും മഹത്വം മറ്റൊരു രാജ്യത്തിനും നിനക്ക് ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണങ്ങളെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകലിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടുകൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും എല്ലാ കാര്യങ്ങളും മുറുമുറും തർക്കവും കൂടാതെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ നിർദോഷരും വിശ്വസനീയമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയും വളർന്നവരെയും തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കരുത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിനുമെല്ലാം പ്രകാശമായി ഭവിക്കുവാനിടയാകുന്ന ഉടനെ അവിടുത്തെ നൽകുകയാണ്. ഏറ്റുവാങ്ങുന്നതിനായ വിദ്യാർത്ഥികളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സെൻറ് ആന്റണീസ് കോളേജിൻ്റെ സവിശേഷമായ സ്വഭാവത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചുമെല്ലാം പ്രിയപ്പെട്ട ബെന്നി സാറ് ചെയർമാൻ പറയുകയുണ്ടായി. ഈ കോളേജ് മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞു, ജോലി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജോലി. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുക. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പഠിച്ച് കഴിഞ്ഞാൽ ജോലി ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം എന്ന നിലയിൽ ഈ കോളേജ് പ്രധാനമായിരിക്കുന്നു. അതാണ് അതിൻ്റെ കാലിക പ്രാധാന്യത്തോടു കൂടിയുള്ള സാന്നിധ്യം. 2 പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു. ബെന്നി സാറിൻ്റെ പ്രസംഗവും അധ്യക്ഷൻ ശ്രേയക് സാറിൻ്റെ പ്രസംഗവും. ഈ 2 പ്രസംഗവും കേട്ടപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു, ഇവർ 2 പേരും അവരുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. 2 പേരും മാതാപിതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രേയക് സാറ് തൻ്റെ വളരെ പ്രഗത്ഭരായ മാതാപിതാക്കന്മാരെ കുറിച്ച്, കേന്ദ്രമന്ത്രിയായിരുന്ന R.V. തോമസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ. ശ്രേയക് സാറ് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയെ കൂടുതലായിട്ട് പറയാറുണ്ട്. അപ്പനെ കുറച്ച് പറയുന്നതല്ല, അവര് നൽകിയ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ബെന്നി സാറ് കുടിയാൻമല ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസാരിച്ചത്. 4 ക്ലാസ് വരെ മാത്രം പഠിച്ച അമ്മയെക്കുറിച്ച്, കർഷകനായ അപ്പനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു വിശ്വപൗരൻ എന്ന സ്ഥാനത്തിൻ്റെ പിന്നിൽ നിന്ന ശക്തി ഈ മാതാപിതാക്കന്മാരാണെന്ന് എനിക്ക് തോന്നി. അത് കണ്ടാണ് അദ്ദേഹം ഇതുപോലെ വളർന്നത്. 4ാം ക്ലാസ് മാത്രം പഠിച്ച അമ്മ ചാണകം കൊണ്ട് തറം എഴുത് മക്കൾക്ക് നൽകിയ ദർശനം, അതൊരു പ്രബോധനമായിരുന്നു അമ്മ ചെയ്ത ആ പ്രവൃത്തി. വിദ്യാഭ്യാസമില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് നല്ല മോട്ടിവേറ്റേഴ്സ് ആയിരുന്നു ഈ മാതാപിതാക്കൾ. ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ കുറിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രേയക് സാറ് ഊന്നി പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ എന്താണ് മാതാപിതാക്കൾക്ക്, ഇവരുടെ മാതാപിതാക്കൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെയും മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളായിരുന്നു അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. നീ എന്തായി തീരണം എന്ന് മനസ്സിലാക്കി തന്നു. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പള് കല്ലമ്പള്ളി സാറ് ഒരു മോട്ടിവേറ്ററാണ്, ട്രെയിനറാണ്. ഇങ്ങനെ ഒരു പ്രിൻസിപ്പളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹം നൽകുന്ന നേതൃത്വവുമൊക്കെ കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ്, ഒരു ചൈതന്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു ഈ കോളേജിനെ കുറിച്ച്. ഞാൻ ഇതിലെ കടന്നു പോകുന്ന ആളാണ് സാധാരണഗതിയിൽ. അപ്പോൾ ഞാൻ ഈ കോളേജ് കാണും. ഈ കോളേജ് ഈ കുന്നിൻ്റെ മുകളിൽ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആന്റണി നിരപ്പേലച്ഛനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ള ജോഗ്രഫിക്കലിയായിട്ട് ചലഞ്ച് ആയിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് പഠിക്കണം, അതിനുവേണ്ടി ഇവിടെ ഒരു കലാലയം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്നും പ്രകാരമുള്ള ചില പ്രചോദനം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകമായിട്ട്. അദ്ദേഹമാണ് ഈ കോളേജിൻ്റെ ശില്പി.
അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിന്റെ ഫലമായിട്ടാണ് ഈ കുന്നിന്റെ മുകളിൽ ഈ കോളേജ് ഉണ്ടായത്. ഇവിടെ ഇതുപോലെ ഒരു സ്ഥാപനം പണിയാൻ, ഒരു കെട്ടിടം പണിയാൻ വേണ്ടി വരുന്ന അധ്വാനവും ത്യാഗവും ഒക്കെ എത്ര വലുതാണ്. ഇതുപോലെ ഉയർന്നു നിൽക്കണം ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയും. അതിനുവേണ്ടിയാണ് ഈ മലയുടെ മുകളിൽ ഈ കോളേജ് വെച്ചത്. നിങ്ങൾ ഇതുപോലെ ഈ പെരുവന്താനം ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ലോകത്തിന് മുകളിൽ നിൽക്കേണ്ടവരാണ്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക, നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉയർന്നു നിൽക്കുന്ന ഈ കോളേജ്. അതൊരു അടയാളമാണ്, പ്രതീകമാണ്. ഇതുപോലെ നിങ്ങൾ ഉയരണം ഈ സമൂഹത്തിൽ. നിങ്ങളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഞാൻ ഇതിലെ കടന്നു പോകുന്ന കാര്യം പറഞ്ഞു. പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ കുട്ടികൾ എങ്ങനെയാണ്, ഈ പറയുന്ന പോലെയൊക്കെയാണോ ഈ കുട്ടികളെന്ന് അറിയാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾ വണ്ടിക്ക് കയറാൻ നിൽക്കുന്നത്, അവര് വണ്ടി കയറാനായിട്ട് നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. വണ്ടി വന്നു കഴിയുമ്പോൾ വണ്ടിയിൽ കയറുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു അച്ചടക്കമുള്ള ഒരു കുട്ടികളുടെ സാന്നിധ്യമാണ് കാണുന്നത്. നല്ല അച്ചടക്കത്തോടു കൂടി വണ്ടി കയറാൻ നിൽക്കുന്ന കുട്ടികൾ, ബസ്സിൽ കയറുമ്പോൾ അച്ചടക്കത്തോടുകൂടി കയറുന്ന കുട്ടികൾ. കോളേജുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കുട്ടികളെ ബസ്സിൽ കയറുന്നതൊക്കെ. പക്ഷെ ഈ കോളേജിന്റെ മുമ്പ് വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരു അച്ചടക്കമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിന്റെ പിന്നിൽ ഒരു നല്ല മോട്ടിവേഷൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതിലെ കടന്നു പോകുമ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. അധ്യാപകരും കുട്ടികളും കൂടി ഒരു ബാഗൊക്കെ കൈ പിടിച്ച് ഈ റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ അതൊരു നല്ല കാഴ്ചയായിരുന്നു എനിക്ക്. അധ്യാപകരും കുട്ടികളും ഈ റോഡ് ക്ലീൻ ചെയ്യുകയാണ്, പൊതു റോഡ്. ഈ കോട്ടയം കുമളി റോഡിന്റെ 2 വശങ്ങളിലുമുള്ള മാലിന്യങ്ങളെല്ലാം അവര് പെറുക്കിപ്പെടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പൊ അതൊരു വലിയ മോട്ടിവേഷനാണ്. ഈ കുട്ടികൾക്ക് കൊടുക്കാവുന്ന വലിയൊരു ദർശനമാണ്. ഈ സമൂഹത്തെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു കടമ വിദ്യാഭ്യാസത്തിനുണ്ട്. അതിനാദ്യം നമ്മൾ തന്നെ ക്ലീൻ ആകണം, എങ്കിലേ നമുക്ക് മറ്റൊരാളെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ അങ്ങനെ സ്വയം ക്ലീൻ ആകുന്ന ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഈ പ്രകൃതിയെ. പ്രകൃതിയെ ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിഷ്ഠയാവണം. സ്വയം നമ്മളത് പാലിക്കണം. അത് പാലിക്കാത്തവരെ നമ്മുടെ ജീവിതം കൊണ്ട് പഠിപ്പിക്കണം. അതൊക്കെയാണ് ഇവിടെ നല്ല കാഴ്ചകൾ കണ്ടു. അപ്പൊ നല്ല ഒരു കോളേജ്, ഈ കോളേജിന്റെ പേര് സെന്റ് ആന്റണീസ് എന്നാണ്. ഈ സെന്റ് ആന്റണിക്ക് ഒരു പ്രത്യേക ദർശനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധന്റെ പേരിലാണ് ഈ കോളേജ് അറിയപ്പെടുന്നത്. സെന്റ് ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ സ്നേഹം കാണുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ വഴി ആരുടെയും കണ്ണുനീര് ഈ മണ്ണിൽ വീഴരുത്. ഇത് പറഞ്ഞതാണ് ഈ കോളേജിന്റെ പേട്രൺ സെന്റ് ആന്റണീസ്. അദ്ദേഹം ആന്റണി പറഞ്ഞതാണ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി വഴി ഒരു മനുഷ്യന്റെ പോലും കണ്ണുനീര് ഈ മണ്ണിൽ വീഴരുത്. മനുഷ്യന്റെ മാത്രമല്ല, ഒരു ജീവിയുടെയും വീഴരുതെന്ന് കൂടി അദ്ദേഹം പഠിപ്പിച്ചു. ഒരു മൃഗത്തെ പോലും നമ്മൾ വേദനിപ്പിക്കരുത്. അപ്പൊ ഈ ഒരു സത്യമാണ് ഈ ആന്റണി നൽകുന്ന ദർശനം. അത് നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി ഭൂമിയിൽ ആരുടെയും കണ്ണുനീരിന്, മനുഷ്യനായിക്കൊള്ളട്ടെ മറ്റ് ജീവികളായിക്കൊള്ളട്ടെ, എന്തിനാണ് അവരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴിക്കാൻ നമുക്ക് ഇടയാക്കേണ്ടത്? ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദർശനം നൽകുന്ന പേട്രന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങൾ ഉണ്ടാവണം. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സത്തയെ യഥാർത്ഥമാക്കി തീർക്കുന്ന ഒന്നാണ്.
മാനവികത അതിനെ വസന്തമാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. സംസ്കാരത്തെ ആഘോഷമാക്കുന്നതാണ് വിദ്യാഭ്യാസം. മൂല്യങ്ങളുടെ ചുവടുറപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു കോഴിക്കോട്ടുകാരൻ IPS DIG ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു P. വിജയൻ. അദ്ദേഹത്തിന്റെ കാര്യം മാത്രം ഒന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ തന്നെ IPS ഉദ്യോഗസ്ഥന്മാരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ P. വിജയൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം 10ാം തരത്തിൽ പരാജയപ്പെട്ടു. ആദ്യം പരീക്ഷ എഴുതിയപ്പോൾ തോറ്റുപോയപ്പോൾ പഠിത്തം നിർത്തി കല്ല് ചുമക്കാൻ പോയി നാട്ടിലെ കോൺട്രാക്ടറുടെ കൂടെ. അങ്ങനെ പോകാൻ കാരണം അപ്പനും അമ്മയും രോഗികളായിരുന്നു. കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ, അവർക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ, അപ്പനും അമ്മയ്ക്കും മരുന്ന് വാങ്ങണമെങ്കിൽ പണം വേണം. അതിനുവേണ്ടി ചുമടെടുക്കാൻ പോയി. അങ്ങനെ ചുമന്നതിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു. പഠിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ആ അധ്വാനത്തിനിടയിലും പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, ത്യാഗപൂർവ്വം പഠിച്ചു. ഒടുവിൽ അദ്ദേഹം IPS-കാരനായി, IPS പാസ്സായി. അദ്ദേഹം പിന്നീട് DIG ആയി, കേരളത്തിന്റെ DIG-മാരിൽ ഒരാളായി. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് ചില പ്രത്യേക കാരണങ്ങളാണ്. ഒത്തിരി DIG-മാരുണ്ടാകാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ചുമടെടുത്ത് 10ാം ക്ലാസ്സിൽ ആദ്യം തോറ്റിട്ട് പിന്നീട് വിജയിച്ച് കയറി IPS-ലെത്തിയ ഈ വിജയൻ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അദ്ദേഹം തൻ്റെ ജോലിയിലിടയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. വഴിതെറ്റിപ്പോയ കുട്ടികളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പേരിൽ ഒത്തിരി സന്മാർഗത്തിൽ നിന്ന് വിട്ടുപോയ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതിക്ക് അദ്ദേഹം ഒരു DIG ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ചു. ഒരു DIG-ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ജോലിയിൽപ്പെട്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹം ആ ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു. യുവജനങ്ങൾക്ക് ദിശാബോധം കൊടുക്കുവാനായിട്ട് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. സാമ്പത്തികമായി ക്ലേശിക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ് നന്മ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. ശബരിമലയെ മാലിന്യമുക്തമാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പുണ്യം പൂങ്കാവനം. ഇങ്ങനെ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ശ്രദ്ധേയനായ IPS ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ഇതിങ്ങനെ തൻ്റെ ജോലിക്ക് അപ്പുറത്തേക്ക് ഇറങ്ങി സമൂഹത്തെ കണ്ട് തൻ്റെ ആവശ്യം അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറായി. അതുകൊണ്ടാണ് ആരും നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല. ബൈബിളിൽ അങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു ദർശനം. ഈ ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്നു തിരികെ ദൈവത്തിലെത്തണം. ദൈവത്തിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത്, തിരികെ ദൈവത്തിലെത്തുക. അതിൽ നിന്ന് ആർക്കും നഷ്ടം വരാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു കുട്ടി വഴിതെറ്റിപ്പോയാൽ ആ കുട്ടിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ വിദ്യാഭ്യാസം നമ്മെ ശുദ്ധീകരിക്കും, വളർത്തും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിച്ച് അതിന്റെ അവകാശത്തെ പറ്റി ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ പേരിൽ 17ാം വയസ്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു പെൺകുട്ടിയുണ്ട്, പാകിസ്ഥാനി പെൺകുട്ടി, മാലാന യൂസഫ് സായി. അപ്പൊ അങ്ങനെ അതാണ് വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മീറ്റിംഗ് തീർച്ചയായിട്ടും ആരംഭം കുറിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, അനുമോദനം നൽകുന്ന മീറ്റിംഗ് ആണ്. കല്ലമ്പള്ളി സാർ ഒത്തിരി അവാർഡുകൾ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. സമൂഹത്തിൽ പറയാറുണ്ട്, മറ്റുള്ളവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന് അസൂയ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു അസൂയയില്ല, ഞങ്ങൾക്ക് സന്തോഷമാണ്. കല്ലമ്പള്ളി സാറിന് ഇനിയും അവാർഡ് കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. അദ്ദേഹം ഇതുപോലെ കോളേജിനെ നയിക്കുന്നതിന്
കുട്ടികളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നതിന്, ഈ കാലത്തിന് ഉചിതമായിട്ട് എൻ്റെ കുട്ടികൾ വളരണം, അവരതിന് പര്യാപ്തരാകണമെന്ന് വിചാരിച്ച് അദ്ദേഹം നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ പുതിയതായിട്ട് ചേർന്നിരിക്കുന്ന കുട്ടികളോട് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രസംഗിച്ച ബഹുമാന്യപ്പെട്ട വ്യക്തികളൊക്കെ നൽകിക്കഴിഞ്ഞു. അതെല്ലാം നല്ലൊരു ദർശനമാണ്. ഈ കാലഘട്ടത്തിൽ ഈ കോളേജ് പോലെ തല ഉയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് വിദ്യാഭ്യാസം കൊണ്ടാണ് സാധിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്വയം നമ്മെ വളർത്തുന്നതും മറ്റുള്ളവരെ വളർത്തുന്നതും. ഈ മാതാപിതാക്കന്മാരുടെ കാര്യം പറഞ്ഞു, അവരൊക്കെ മക്കളെ വളർത്തി, മക്കൾ അത് കണ്ടു വളർന്നു. അതുകൊണ്ട് ഓരോ മാതാപിതാക്കന്മാരെയും കണ്ടു പഠിക്കുക, അധ്യാപകരെ കണ്ടുപിടിക്കുക. ഈ കോളേജിലെ അധ്യാപകരെ കുറിച്ച് പറഞ്ഞു, ഈ വളരെ പ്രത്യേകതയുള്ള ഈ പ്രദേശത്ത് വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകര്, നിങ്ങളോടെല്ലാം ഞങ്ങൾക്കുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് നല്ല അനുഗ്രഹം ദൈവം മക്കളിലൂടെ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Inspiring words. Now we take a proud moment to honor our BCom students pursuing the integrated CMA and ACCA programs who have successfully cleared papers in these globally recognized professional courses. Their achievements reflect not only academic excellence but also dedication, discipline and promising path towards a strong professional future. ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം വിജയികൾക്കുള്ള അനുമോദനം നൽകുകയാണ്. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മോതിരം നൽകിയാണ് അനുമോദിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ബികോം ACCA 9 പേപ്പറുകൾ ക്ലിയർ ചെയ്ത ഗോപിക സുഭാഷിന് സ്വർണ്ണ മോതിരം നൽകുന്ന